സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ വേനൽമഴയുടെ സാധ്യത വർദ്ധിച്ചു വരികയാണ്. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വിവിധ ജില്ലകളിൽ ഇന്നലെ ശക്തമായ മഴ ലഭിക്കുകയും ചെയ്തു. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായുള്ള ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് പ്രധാന കാരണമായിരിക്കുന്നത്. അറബിക്കടലിൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവയിൽ നിന്നും വരുന്ന ശക്തമായ കാറ്റ് ഒരുമിച്ച് ശക്തി പ്രാപിക്കുന്നതും മഴയെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നും ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മുതൽ 115.5 മില്ലിലിറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വീശുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത കൃത്യമായി തന്നെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിശക്തമായ മഴയ്ക്കായിരിക്കും സാധ്യതകളുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം, ഇടുക്കി മേഖലകളിൽ ശക്തമായ മഴയായിരുന്നു പെയ്തത്. വളരെ വലിയ അപകടങ്ങളും അതുപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങളും മഴയിലും കാറ്റിലും സംഭവിക്കുകയും ചെയ്തു. ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ നാളെയും 8-ാം തീയതിയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് ഇന്ന് രാവിലെ 11:30 മുതൽ രാത്രി 11:30 വരെ 0.8 മുതൽ 1.2 മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകളും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും പ്രദേശനിവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴയത്തും അതുപോലെ തന്നെ ശക്തമായ കാറ്റുള്ള സമയത്തും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം വളരെ വലിയ അപകടങ്ങൾ ഇതിന് ചുറ്റും ഒളിച്ചിരിപ്പുണ്ട്. പലരുടെയും ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള ശക്തമായ മഴയും കാറ്റും ഇടിയും മിന്നലും അതീവ ജാഗ്രതയോടെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. മലയോര നിവാസികളും അതുപോലെ തന്നെ തീരദേശ നിവാസികളും ഒരുപോലെ ജാഗ്രത പുലർത്തേണ്ടതാണ്. കടലിൽ പോകാനോ അതുപോലെ തന്നെ തുറന്ന സ്ഥലങ്ങളിൽ ഇടിയും മിന്നലുമുള്ളപ്പോൾ നിൽക്കുന്നതിനോ പാടുള്ളതല്ല. കാരണം പെട്ടെന്ന് അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. മാത്രമല്ല, കുട്ടികൾ അവധി ആഘോഷിക്കുന്നതിന് വേണ്ടി ജലാശയങ്ങളിൽ കുളിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിനോദത്തിന് ഇറങ്ങുന്നതോ പാടുള്ളതല്ല. കാരണം ഏത് വിധത്തിലുള്ള അപകടം എപ്പോൾ വരുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. അവധി ആഘോഷിക്കാൻ കുട്ടികളെ പല സ്ഥലങ്ങളിലും പറഞ്ഞുവിടുമ്പോൾ അവിടുത്തെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ അത്യാവശ്യമാണ്. അതിനാൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാം വളരെ ജാഗ്രതയോടെ തന്നെ ചെയ്യേണ്ടതാണ്.